ഇന്ന് നമുക്ക് കിട്ടിയേക്കുന്നത് അയലമീനാണ് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് ഞാൻ വെട്ടിക്കഴുകി വൃത്തിയാക്കുവാണേ. അതിൻ്റെ ഇടയ്ക്ക് കുറേ മത്തേൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അത് ഒരിടത്ത് ഇരുന്ന് അരിയുകയാണ്. പക്ഷേ എനിക്ക് ഇരുന്ന് അരിഞ്ഞാൽ ഞാൻ അവിടെ തന്നെ ഇരിക്കും വൈകിട്ട് വരെ. സ്പീഡ് കിട്ടത്തില്ല. അതുകൊണ്ട് നിന്ന് തന്നെ എഴുന്നേച്ചരിഞ്ഞു. പിന്നെ പെട്ടെന്ന് മത്തേല തോരനും വെച്ചു. അങ്ങനെ ഞാൻ രാവിലെ തന്നെ പെട്ടെന്ന് ജോലികൾ ഒതുക്കിയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി ടൗണിലോട്ടൊന്ന് ഇറങ്ങണമായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഞാൻ മത്തേല ഒക്കെ ഒതുക്കി തോരൻ വെച്ചു. പിന്നെ നമ്മൾ അയല വെട്ടിക്കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പച്ച അരച്ചാണ് കറി വെക്കുന്നത്, അതായത് തേങ്ങ അരച്ച് വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ തേങ്ങ എല്ലാം അരച്ചരപ്പെല്ലാം കലക്കി വെച്ച് കുടംപുളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ മീനും പറക്കി വാരി ഇട്ടിട്ട് അങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ ഈ മീൻകറിയുടെ റെസിപ്പിയൊക്കെ ഞാൻ ഇടാൻ കേട്ടോ. ഞാൻ ഓൾറെഡി ഒരു കാരൽ മീനിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതും വെക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ മീൻ മേടിച്ചാൽ കുറച്ചെടുത്ത് വറക്കണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു മര്യാദ. അപ്പം 3-4 മീനെടുത്ത് വറക്കാൻ പുരട്ടി വെച്ചത്, കാരണം പിള്ളേർ പച്ചരച്ച കറി കൂട്ടത്തില്ല, അപ്പോൾ അവർക്ക് വേണ്ടി കൊടുക്കാനാണ്. അപ്പോൾ അത് രാത്രി എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പുരട്ടി അങ്ങ് മാറ്റി ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ അടുക്കളയെല്ലാം നമ്മൾ പെട്ടെന്ന് ക്ലീൻ ആക്കിയിട്ട് നമ്മുടെ രാവിലെ പറഞ്ഞ കാര്യത്തിന് തന്നെ പോവുകയാണ്. അപ്പോൾ ഒരു ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടി പോയത്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി ഞാനും കൂടാണ് പോയത് എന്താണെന്ന് വെച്ചാൽ മറിയത്തിനൊരു പട്ടുപാടി ഉടുപ്പ് എടുക്കാനാണ്. അപ്പോൾ അവർക്ക് സ്കൂളിൽ നിന്ന് കളർ, അതായത് ഓണപ്പരിപാടിക്ക് കളറുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് നീല കളറാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ അതിനുള്ള പട്ടുപാടി ഉടുപ്പ് അന്വേഷിച്ച് പോയിട്ട് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് പാത്രങ്ങളുടെ സെഷനിലൊക്കെ നടക്കുകയാണ്. നമ്മളങ്ങനെ വിഷയത്തിൽ നിന്ന് തെന്നി മാറാതെ നമ്മൾ പിന്നെയും തിരിച്ച് നമ്മൾ തുണിക്കടയിൽ വന്ന്, അപ്പോൾ അവളുടെ മൂത്ത മോക്കുള്ള ധാവണി സെറ്റും കിട്ടി. പിന്നെ മറിയത്തിനോ അതിനോനുള്ള പട്ടുപാടി ഉടുപ്പൊക്കെ കിട്ടി. നമ്മളൊക്കെ എടുത്ത് വന്നപ്പോഴത്തേന് വൈകിട്ട് ഒരു 3 മണി ആയിട്ടുണ്ടായിരുന്നു. മറിയത്തിനും അതിനോനും എടുത്ത പട്ടുപാടി ഉടുപ്പ് ഇതല്ല കേട്ടോ, വേറെയാണ്. അത് സെറ്റ് മുണ്ടിൻ്റെ പാവാടയും പിന്നെ നീല കളർ ഉടുപ്പാണ്. ആ കളറായതുകൊണ്ട് അതേ എടുക്കാൻ പറ്റത്തുള്ളായിരുന്നല്ലോ. അങ്ങനെ ഞങ്ങൾ പിന്നെ വിശന്ന് കുടലി കരിഞ്ഞിട്ട് ഞങ്ങളൊരു ഹരി ബിരിയാണി കിട്ടുന്നിടത്ത് കയറി ഹരി ബിരിയാണി മേടിച്ച് കഴിക്കണം. അതായത് നമ്മുടെ തലപ്പാക്കെട്ട് ബിരിയാണി, തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി. സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ. ഈ അടുത്തിടെ വെച്ച് കഴിച്ചത് ഏറ്റവും നല്ലൊരു ബിരിയാണിയാണ്, സൂപ്പറായിരുന്നു. ഒരു ബിരിയാണി മേടിച്ചാൽ 2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ആദ്യമേ 2 എണ്ണം അങ്ങ് ഓർഡർ ചെയ്ത് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണെങ്കിലും തന്നെ പോയി കഴിക്കുന്നത്.